ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഡൽഹിയിലെ കലാപ പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക ഊർജം നൽകിയവരാണ് ഡൽഹിയിലെ സിഖുകാർ. സിഖുകാരെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് തവണകളായി എത്തിച്ചു. ഇതാ ഈ വ്യക്തിയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇദ്ദേഹം കലാപം പൊട്ടിപ്പുറപ്പെട്ട ആ സമയത്ത് ചെയ്ത ധീരപ്രവൃത്തി നിങ്ങൾ തിരിച്ചറിയണം. ഇദ്ദേഹത്തെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. കാരണം ഈ പ്രവൃത്തി നമ്മളൊക്കെ മനസ്സറിഞ്ഞ് കേട്ട് അറിഞ്ഞ് ഒരു ബിഗ് സല്യൂട്ട് ഈ സിഖുകാരന് നൽകണം. പറയാൻ വേണ്ടി പോകുന്നത് 50 വയസ്സുകാരനായ മൊഹീന്ദർ സിംഗിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകനായ 20 വയസ്സുള്ള ഇന്ദർജിത്ത് സിംഗിനെ കുറിച്ചിട്ടുമാണ്. ഗോകുൽപുരി എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് സംഘപരിവാറിന് നല്ല സ്വാധീനമുണ്ട്. ഈ സ്വാധീനമുള്ള ഈ പ്രദേശത്താണ് കലാപത്തിൻ്റെ ഏറ്റവും വലിയ തീക്ഷ്ണത കാണാൻ വേണ്ടി സാധിച്ചത്. അവിടെയുള്ള മുസ്ലിങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ഒരു സാഹചര്യം ഈ ഗോകുൽപൂരിലുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ പരക്കെ ഓടി നടക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ബൈക്കുമായി തലപ്പാവ് വെച്ചുകൊണ്ടുള്ള ഒരു സിഖുകാരൻ മുന്നോട്ട് വരുന്നത്. ആ ബൈക്കിലേക്ക് 4 പേരെ കയറ്റിയിട്ട് പെട്ടെന്ന് ഇയാൾ ഓടിപ്പോകുന്നു. തൻ്റെ മകനോട് ബൈക്ക് ഓടിക്കാൻ പറയുന്നു. എന്നിട്ട് അവിടെയുള്ള ആളുകളെ മകൻ്റെ പിന്നിലിരുത്തിയിട്ട് വീണ്ടും അയക്കുന്നു. അങ്ങനെ 1 മണിക്കൂറിനിടയിൽ ഏകദേശം 80ഓളം വരുന്ന മുസ്ലിങ്ങളെയാണ് ഈ മൊഹീന്ദർ സിംഗ് എന്ന 50 വയസ്സുകാരനും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള 20 വയസ്സുകാരനായ ഇന്ദ്രജിത്തും സഹായിച്ചത്. എങ്ങനെ സഹായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിരീക്ഷണ ബോധത്തോടു കൂടിയായിരുന്നു ഈ മേഖലയിലേക്ക് ഈ സിഖുകാരനെത്തിയത്. കാരണം സിഖ് തലപ്പാവ് കണ്ടതുകൊണ്ട് തന്നെ അവർ ഒന്ന് ഭയപ്പെട്ടു. അതിനാൽ തന്നെ ഒരുപാട് തലപ്പാവുകൾ അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു. തൻ്റെ മകൻ്റെ കയ്യിൽ കരുതിയ ഒരുപാട് തലപ്പാവുകൾ അവർ മുസ്ലിങ്ങളുടെ തലയിലേക്ക് ധരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവരെ പ്രത്യക്ഷത്തിൽ ഒരു സിഖുകാരനെ പോലെ ഉണ്ടാകുമെങ്കിൽ പോലും അവർ മുസ്ലിങ്ങളാണ്. അങ്ങനെ ആ തലപ്പാവ് ധരിപ്പിച്ച് ഈ വാഹനത്തിൽ കയറ്റിയിട്ട് ചില സന്ദർഭങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള കർദാംപൂരിലേക്ക് ഇദ്ദേഹം എത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം 80ഓളം പേരെയാണ് ആ കലാപം കത്തി നിൽക്കുന്ന ആ ദിവസങ്ങളിൽ ഇദ്ദേഹം രക്ഷിച്ചത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് വലിയ ഒരു സംഘം രൂപീകരിച്ചിട്ട് രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്താൻ മുന്നോട്ട് വരികയും ചെയ്തു. ഈ സിഖുകാരൻ്റെ കഥയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി നിൽക്കുന്നത്. ഇതുപോലെയുള്ള നല്ല മനുഷ്യർ ഈ രാജ്യത്തുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? സംഘപരിവാറിന് മുന്നിൽ സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കുന്ന ഈ സിഖുകാരുടെ മുന്നിൽ ഞങ്ങളൊക്കെ തല താഴ്ത്തി പോവുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.